ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കപ്പളങ്ങ കറിയാണ് കേട്ടോ. എന്താണ് കപ്പളങ്ങ എന്നല്ലേ? കപ്പളങ്ങ എന്ന് പറയുന്നത് പപ്പായയാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ അതിന് കപ്പളങ്ങ എന്നാണ് പറയുന്നത്. സോ ഞാനപ്പോൾ അതല്ലേ പറയേണ്ടത്. അപ്പോൾ ഒരു കുട്ടി കപ്പളങ്ങ കറിയാണ്. അപ്പോൾ ഞാനൊരു കപ്പളങ്ങയുടെ പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കപ്പളങ്ങ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ പപ്പായ എന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു പപ്പായയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിന് വേണ്ടത് ഒരു പപ്പായ, കുറച്ച് ചെറിയുള്ളി, സവാളയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചെറിയുള്ളിയാണ് ടേസ്റ്റ്. അപ്പോൾ സവാളയോ ചെറിയുള്ളിയോ, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ അതാ ഞാൻ വാങ്ങിയ പപ്പായ കുരുവില്ലാത്തതായിരുന്നു കേട്ടോ. അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ വേഗം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, അതിനൊരു കറയുണ്ടല്ലോ, അത് ആദ്യമേ തന്നെ ഞാൻ കളഞ്ഞിരുന്നു. അതിനുശേഷം അതൊന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് പീസിൻ്റെ വായിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കപ്പളങ്ങ ഭയങ്കര ഇഷ്ടം, പപ്പായ. എന്നിട്ട് ഞാൻ അതൊന്ന് നുറുക്കി, നമ്മൾ സാധാരണ കറക്കി നുറുക്കുന്ന പോലെ ഒന്ന് നുറുക്കി, എന്നിട്ട് പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഈ പപ്പായ മുറിച്ചതും കൂടെ അതിനിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അതൊരു ചെറിയൊരു ബ്രൗൺ കളർ, ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ വരുന്നത് വരെ, അതായത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആവുന്നത് വരെ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. അത് വഴന്ന് വന്നപ്പോഴത്തേക്കും ആ എണ്ണയിൽ നിന്നും അത് ഞാൻ കോരി മാറ്റി. എന്നിട്ട് നന്നാക്കി വെച്ച ചെറിയുള്ളി അരിഞ്ഞ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ, അതായത് അതിൻ്റെ ഒരു ചെറിയ ബ്രൗൺ കളർ വരുന്ന വരെ ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്താൽ ഉള്ളി വേഗം വഴന്ന് കിട്ടുമല്ലോ. ഉപ്പും ചേർത്ത് അതൊന്ന് ഇളക്കി അതൊന്ന് പാകമായി വരുമ്പോഴത്തേക്കും ഞാൻ എരിവിന് ആവശ്യമായ പച്ചമുളക്, നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനാവശ്യമായിട്ടാണ് പച്ചമുളക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അത് കീറി അതിൻ്റെ ഒപ്പം ഇട്ടു. ഇതേ സമയം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് ചെറിയ തീയിൽ തേങ്ങ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ ഓവറായിട്ട് വറുത്തെടുക്കരുത്, ചെറിയൊരു ബ്രൗൺ കളർ മതി കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ അത് അവിടെ കിടന്ന് സെറ്റ് ആവട്ടെ. ആ ടൈമിലേക്ക് നമുക്കൊരു തക്കാളി ആവശ്യമുണ്ട്. അപ്പോൾ ഒരു തക്കാളി കഴുകി വൃത്തിയാക്കി അതിനിടയ്ക്ക് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്ന 2 കൂട്ടം സാധനങ്ങളും ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തക്കാളി ഞാനൊന്ന് ചെറുതായിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഇനി കയ്യേറി ഇടണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പ്ലേറ്റിൽ വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ. എനിക്കതത്ര വശമില്ല, എന്നാലും ചെറിയൊരു പേടിയോട് കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ എപ്പോൾ അരിഞ്ഞാലും ഞാൻ എൻ്റെ നഖവും മുറിച്ചാക്കൂടി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ആ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ തേങ്ങ ആവശ്യത്തിനായിട്ടുള്ള ബ്രൗൺ കളർ ആയിട്ടുണ്ട്, അത് ഞാൻ അങ്ങ് ഓഫ് ചെയ്ത് വെച്ചു. ഒന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ. ആ സമയം ഉള്ളി റെഡിയായ ഉള്ളിയിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇടുന്നുണ്ട്. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി ഒന്ന് പാതി വേവായി കഴിയുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞ് ഉള്ളിയായിട്ട് സെറ്റാവും. അപ്പോൾ അതുവരെയും തക്കാളി ചെറു തീയിലിട്ട് ആ ഉള്ളിയോടൊപ്പം ഒന്നുകൂടെ നമുക്കൊന്ന് വേവിക്കാം. തക്കാളി അവിടെ വേവിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം ഞാൻ ഒരുക്കിയെടുത്തു. അതും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം, ആ തേങ്ങ അരയാനാണ്, തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു കിട്ടണം. അപ്പോൾ അതിനാവശ്യമായ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടിക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ട്, ശരിക്കും അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അത് സെറ്റായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യമായ പൊടികൾ ഇടാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ എടുക്കുന്ന പൊടികൾ കാശ്മീരി ചില്ലിയാണ്, സാധാരണ മുളക് പൊടിയല്ല കേട്ടോ, കാശ്മീരി ചില്ലിയാണ്. ആവശ്യമായ കാശ്മീരി ചില്ലി ഞാനിപ്പോൾ ഒരു ചെറിയ കറിയല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 2-3 ടീസ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ടീസ്പൂണല്ല, കുഞ്ഞി നമ്മുടെ പൊടികൾ എടുക്കുന്ന കുഞ്ഞി സ്പൂൺ. അപ്പോൾ അതിനൊരു 2-3 സ്പൂണ് മുളക് പൊടി ഇട്ടു. കാശ്മീരി ചില്ലിയാണ് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ ആ ഒരു പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി എല്ലാം ഒന്ന് വഴന്ന് നല്ലോണം ഉടഞ്ഞ് ഉള്ളിയും പച്ചമുളകും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ കപ്പളങ്ങ, അതായത് പപ്പായ, അതുകൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു മസാല ഈ പപ്പായയിലേക്ക് നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് യോജിപ്പിക്കുക. യോജിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചെടുത്ത പേസ്റ്റ്, തേങ്ങയും വെളുത്തുള്ളിയും
ഇഞ്ചിയൊക്കെ ചേർത്ത് നമ്മൾ അരച്ച ആ ഒരു പേസ്റ്റ് ഇതിനോട് ചേർക്കുക. വെള്ളം ചേർക്കാതെ ആ ഒരു പേസ്റ്റ് ആദ്യം ചേർത്തിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈ പപ്പായയുടെ മിക്സിയിലേക്ക് അത് നന്നായിട്ട് യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് സെറ്റായതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി വീണ്ടും ആവശ്യം തോന്നുകയാണെങ്കിൽ ഒന്നുകൂടി വെള്ളം ചേർത്ത് ഇളക്കും. കാരണം ഈ കറി ഇരിക്കും തോറും ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ വെള്ളമെല്ലാം ചേർത്ത് കുറച്ച് വെള്ളം കൂടുതൽ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ്, ഞങ്ങളുടെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്, ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കി കുറച്ചൊന്ന് തിളയ്ക്കാൻ വെക്കുക. കാരണം ഈ പപ്പായ ശരിക്കും വെന്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു. അതവിടെ നിന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ കറിക്ക് കടുക് താളിക്കണ്ടേ. ഞാൻ വേഗം ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു. എന്നിട്ട് ഇതാ കറിക്കുള്ള കടുക് താളിക്കുകയാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുകിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് ഞാൻ കറിക്ക് താളിച്ചെടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഒരു പനീർ ബട്ടർ മസാലയുടെയൊക്കെ ഒരു ഫ്ലേവറാണ്, ആ ഒരു ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ എൻ്റെ കുട്ടിയൊന്ന് പൊറോട്ട വാങ്ങിച്ചു. എനിക്ക് പൊറോട്ടയും ഈ ഒരു കറിയും മതി എന്ന് പറഞ്ഞാൽ ആളതാണ് കഴിച്ചത്. എനിക്ക് ചോറ് മതി, എനിക്ക് രാത്രി ചോറേ പറ്റുള്ളൂ. അപ്പം ഞാൻ ചോറും ഇത്തിരി പയർ തോരനും കുറച്ച് ചമ്മന്തി പിന്നെ ഉപ്പിലിട്ട നല്ല കാന്താരി ഉണ്ടായി. ആദ്യം തന്നെ ഞാൻ കറി ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു കറി വെക്കുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. ഗുഡ് നൈറ്റ്.